ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അദാലത്ത് കാ ഫൈസലയാണ് ക്ലാസ്സിലെടുത്തത്. അതിന്റെ വേർഡ് മീനിങ് മുഹാവരെ. അത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ദിയ എഴുതിയെടുക്കണേ. പിന്നെ അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളെല്ലാം അങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ മിസ് പറയാം, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 24 पेज नंबर 24 प्रश्नों के उत्तर बताओ. आंसर दी क्वेश्चंस ഉണ്ട്. आंसर दी क्वेश्चन. ഷോൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും. വീഡിയോ ഓൺ ചെയ്യൂ. അതിനുശേഷം എന്താണ് ടൈപ്പ് ചെയ്തോളൂ, പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. Take your Hindi textbook. Take your Hindi textbook. Jas, good morning. Good morning, miss. Okay. And मेरे ലീവ് ആണ്. ഫെയ്ത്ത് ക്ലാസ്സിൽ കയറാറില്ല? മിസ് ഇന്നലെ കയറിയായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നോ? ഓ, ഇന്ന് വീണ്ടും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ? വീണ്ടും നാട്ടിലേക്ക് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് 4ാമത്തെ ലെസൺ അദാലത്ത് കാ ഫൈസല എടുത്തു അല്ലേ? അതിന്റെ വേർഡ് മീനിങ് അതുപോലെ മുഹാവരെ അത് നിങ്ങൾ ടെക്സ്റ്റ് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം. അതിലെ ഓക്കെ എഴുതിയപ്പോ മിസ്സിനെ അയച്ചുതരണേ. മിസ്സിനെ അയക്കാൻ മറന്നു പോകുന്നുണ്ട് നിങ്ങള്. മിസ്സിനെ അയച്ചുതരണം. ഷോണെ മറന്നു പോയിട്ടില്ലേ? 8ാം ക്ലാസ്സുകാർക്ക് ഇപ്രാവശ്യം ഭയങ്കര മറവി കൂടുതലാണ്. കൊറോണ ആയതുകൊണ്ട് മിസ് ക്ഷമിച്ചു, ഇനി ആവർത്തിക്കില്ല. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് അയച്ചു തരിക. ഇല്ലേ പ്രശ്നമൊക്കെ ഉത്തർ ബതാവോ. ഓറൽ ക്വസ്റ്റ്യൻസ്, ആൻസർ ദി ക്വസ്റ്റ്യൻസ്. മിസ് ചോദിക്കുന്നതിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് എഴുതാനുള്ളതല്ല. ഈസ് നാടകമേ കിസ്നെ കിസ് പർ മുഗ്ധമാ കിയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സംശയമുണ്ട്. ഈ നാടകത്തിൽ അത് ഫുള്ള് പറഞ്ഞോ? ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞായിരുന്നു. ഓ, ക്വസ്റ്റ്യൻ ആൻസർ അടയാളപ്പെടുത്തിയോ? 6 എണ്ണം? 2 എണ്ണം അടയാളപ്പെടുത്തിയുള്ളൂ, ബാക്കി മിസ് ഇട്ട് തരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് എഴുത്തോളൂ. ലിഖിത പ്രശ്നം. ഫെയ്ത്ത് പ്ലീസ് വീഡിയോ. ഫെയ്ത്തിനെ കുറെ നാളുകളായില്ലേ കാണാത്തെ? മിസ് ചോദിച്ചു ഇന്ന് ലീവാണോ? ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ഫെയ്ത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. ദിയക്ക് പിന്നെ കംപ്ലൈന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. സെബയും ഇതുപോലെയായിരുന്നു, വീഡിയോ ഓഫ് ചെയ്തായിരുന്നത്. എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഫെയ്ത്ത് പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ. പേജ് നമ്പർ 24 എടുത്തു വെച്ചോളൂ. അതില് റൈറ്റ് ആൻസർ ടു ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസില് ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫെയ്ത്തെ കേൾക്കാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഫെയ്ത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അതൊന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. ക്വസ്റ്റ്യൻ വായിച്ചേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, ഫസ്റ്റ് മുതലേ പറയാം അടയാളപ്പെടുത്താൻ വേണ്ടിട്ട്. എല്ലാവരും എടുത്തു വെച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഹൽവാൻ ने सुमन सिंह पर क्या आरोप लगाया? പഹൽവാൻ സുമന്ത് സിംഗിന്റെ പേരിൽ എന്ത്
ആരോപണമാണ് ഉയർത്തിയത്. എന്ത് കേസാണ് കൊടുത്തത്? പേജ് നമ്പർ 20. പേജ് നമ്പർ 20 എടുക്കുക. ഫെയ്ത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ യൂട്യൂബ് ക്ലാസ് കണ്ടായിരുന്നോ? കണ്ടില്ല. എന്തു പറ്റി? ശ്രീദേവി വീഡിയോ ഓൺ ചെയ്ത മോനെ. മിസ് 1 മിനിറ്റ് മിസ്, ഇവിടെ കറണ്ട് പോയി. അപ്പൊ ജനൽ തുറന്നോട്ടെ. ഓ, കറണ്ട് പോയാലും സാരില്ല. നിങ്ങൾ കണ്ടില്ലെങ്കിൽ സാരമില്ല. വീഡിയോ ഓൺ ചെയ്തിരുന്നോ? മിസ്സേ എനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റത്തില്ല മിസ്സേ. എന്ത് പറ്റി ശ്രീദേവിന്? ഇവിടെ മിസ്സേ നെറ്റിന് ഭയങ്കര പ്രശ്നമുണ്ട് മിസ്സേ. ഞാൻ എന്റെ വീട്ടിലല്ല. ഫെയ്ത്ത് വീഡിയോ ഓൺ ചെയ്. കറണ്ട് പോയാലും സാരില്ല. ആ, ഇപ്പൊ ഓക്കെ. ആ, സാരമില്ല, ഇങ്ങനെ ഇരുന്നാ മതി. ഫെയ്ത്ത് കണ്ടില്ല, ക്ലാസ് കണ്ടില്ല. കഴിഞ്ഞ ക്ലാസ് യൂട്യൂബ് ക്ലാസ് കണ്ടില്ലേ? അത് മറന്നുപോയേ? ഞാൻ മമ്മിയെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ യൂട്യൂബ് ക്ലാസ്. ഓരോന്ന് കണ്ടുവരുന്നുണ്ട് മിസ്സേ. കുറെ ക്ലാസ് ഉണ്ടായിരുന്നു. അതെയോ? വേഗം കാണണേ. പിന്നെ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എക്സാം ആണ്. അപ്പൊ അതിന് മുന്നേ ക്ലാസ് കണ്ടു തീർക്കണം. അപ്പൊ ഇവിടെ പേജ് നമ്പർ 20 പഹൽവാൻ പറയുന്ന സെന്റൻസ് സുമന്ത് സിംഗ് മുझे मेरे 10 लाख रुपए देने में आनाकानी कर रहा है. മിസ് ഒരു കാര്യം ചെയ്യാം. മിസ് ഇപ്പൊ ക്വസ്റ്റ്യനും ആൻസറും വായിച്ചു പോകാം. ക്ലാസ് കഴിഞ്ഞതിന് ഉടനെ മിസ് ആ പേജ് അയച്ചുതരാം. അപ്പൊ നിങ്ങൾ അത് നോക്കി മാർക്ക് ചെയ്തോ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പഹൽവാൻ का आत्मविश्वास कब बढ़ गया था? എപ്പോഴാണ് പഹൽവാന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചത്? പേജ് നമ്പർ 21 ഉണ്ട്. മിസ് അത് പിന്നീട് കാണിച്ചു തരാം. मैंने सारे पहलवानों को चित करने के बाद दर्शकों को अपने साथ कुश्ती के लिए ललकारते हुए कह दिया. അത് അദ്ദേഹം പഹൽവാൻ എന്താണ് ഗുസ്തിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് വെല്ലുവിളിച്ചിരുന്നു അല്ലെ? ആ സമയത്താണ് എന്താണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായത്. തേർഡ്, ഗുസ്തി के लिए ललकारते हुए पहलवान ने क्या कहा? എന്താണ് ഗുസ്തിക്ക് വേണ്ടി അദ്ദേഹം എല്ലാവരോടും കൂടി പറഞ്ഞത്? കാണികളോട് പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞ സെന്റൻസിന് തൊട്ട് അവിടെ തന്നെ ഉണ്ട്. ഹേ കിസി മേം ഇത്തനി ഹിമ്മത്ത് ജോ മേരെ സാത്ത് കുസ്തി കർനെ കോ തയ്യാർ ഹോ. ആർക്കെങ്കിലും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ കൂടെ ഗുസ്തി മത്സരത്തിന് പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ വന്നോളൂ എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 4, പഹൽവാൻ ने സുമന്ത് സിംഗ് അപമാൻ കൈസെ കിയ? പഹൽവാൻ എങ്ങനെയാണ് സുമന്ത് സിംഗിനെ അപമാനിച്ചത്, കളിയാക്കിയത് എങ്ങനെയായിരുന്നു? मैं मुकाबला जीत सकता था पर इसकी बात मानकर जानबूझकर मुकाबला हार गया और अब मेरे बार बार तगासा करने पर भी ये रुपए नहीं दे रही थी. അതായത് അവനെ വെല്ലുവിളിച്ചിരുന്നു അല്ലെ ഗുസ്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ ഇവിടെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ കേസ് കൊടുത്തത്. അദാലത്തിനെ ക്യാ ഫൈസല സുനായ ഔർ ക്യോ? കോടതിയിൽ വെച്ചിട്ട് എന്ത് തീരുമാനമാണ് കൊടുത്തിരിക്കുന്നത്? എന്താണ്? जिसने पहले तो कुश्ती की चुनौती स्वीकार करने वाले सुमंत सिंह के दुर्बल शरीर की खिल्ली उड़ाकर सबके सामने उनका अपमान किया और बाद में धन के लालच में आकर जानबूझकर हारकर दर्शकों की भावनाओं का अपमान किया. അപ്പോ എന്താണ് അതിന്റെ തീരുമാനം? എന്താണ് എന്ത് തീരുമാനം അവസാനം എടുത്തത്? पहलवान ने खिलाड़ी और खेल की गरिमा को जो ठेस पहुंचाई है उसके लिए अदालत उस पर 5 लाख का जुर्माना लगाती है. 5 ലക്ഷം രൂപ പിഴ അടക്കാനായിരുന്നു അവസാനം തീരുമാനമാക്കിയത് അല്ലേ? അവസാനം കേസ് കൊടുത്ത ആളെന്നെ എന്ത് ചെയ്യണം? അത് മത്സരത്തെയും ഗുസ്തി സ്പോർട്സിനെയും ഒക്കെ അപമാനിച്ചത് കൊണ്ട്, കളിക്കാരനെയും അപമാനിച്ചത് കൊണ്ട് 5 ലക്ഷം രൂപ ശ്രീദേവ് എന്ത് പറയുന്നു?
രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ അടുത്ത് തന്നെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും വരിക കേട്ടോ. അത് നിങ്ങൾ ഞാൻ അയച്ചു തരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണേ. തൊട്ടടുത്ത സെന്റൻസ് ആണ് മൂന്നാമത്തെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആറാമത്തെ ക്വസ്റ്റ്യൻ. इस पाठ में किस भ्रष्टाचार की ओर संकेत किया गया है? ഈ പാഠഭാഗത്തിലൂടെ ഏത് അഴിമതിയാണ് ചൂണ്ടിക്കാട്ടുന്നത്? സ്പോർട്സിലുള്ളത് അല്ലേ? സ്പോർട്സിലുള്ള അഴിമതിയെയാണ് ഈ പാഠഭാഗത്തിൽ ഇവര് ഈ സ്റ്റേജിലൂടെ അവതരിപ്പിക്കുന്നത്. पहलवान ने खेल और खेल भावना का भी अपमान किया है. ये एक प्रकार का भ्रष्टाचार है जिसे स्वीकार नहीं किया जा सकता. നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? ഇതും ഒരു അഴിമതി തന്നെയായിരുന്നു. ഏഴാമത്തെ പാഠക സന്ദേശ് അപ്നെ ശബ്ദോ മേ ലിഖോ. അത് നമ്മുടെ ലെസൺ തുടങ്ങുന്ന ഭാഗത്തിലെ പാഠക പരിചയ നിലയിലാണ് ഉണ്ടാവുക. പാഠകെ ദ്വാര എന്താണ് ഈ പാഠത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം? എന്താണ്? പാഠകെ ദ്വാര खेलों में होने वाले भ्रष्टाचार की संकेत करते हुए खेल भावना से खेलते हुए समाज और राष्ट्र की गरिमा बढ़ाने की प्रेरणा दी गई है. പാഠക പരിചയം കൊടുക്കുന്നതിൽ അത് ഈ പാഠഭാഗത്തിലൂടെ സ്പോർട്സിൽ ഉണ്ടായിരിക്കുന്ന അഴിമതിയെ കുറിച്ചും അല്ലെ, മനസ്സിലുണ്ടായിരിക്കേണ്ട ആ സ്പോർട്സിനോടുള്ള ആ എന്താ പറയണ്ടേ താല്പര്യം, അതിലൂടെ സമൂഹവും നമ്മുടെ രാജ്യത്തിനെയും പ്രശസ്തി വർദ്ധിപ്പിക്കും എന്ന പ്രേരണയാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ ലഭിക്കുന്ന ഗുണപാഠം. ഓക്കെ, ഏഴ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. എല്ലാവരും വേഗം സജിത മിസ്സിന് അയച്ചു തരാൻ മറക്കരുത്. എഴുതിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇന്ന് തന്നെ എഴുതുക. നാളത്തേക്കൊന്നുകൊണ്ട് വെച്ചേക്കണ്ട. ബുധനാഴ്ച ഹിന്ദി അന്ന് തന്നെ എഴുതി കംപ്ലീറ്റ് ആക്കി അയക്കുക. അതായത് ശബ്ദാർത്ഥ മുഹാവരെ അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെക്കുക. നെക്സ്റ്റ്, ഉചിത ശബ്ദ ലിഖക്കർ വാക്യം കരോ. ബ്രാക്കറ്റിൽ 2 ആൻസർ ഉണ്ട്. അതിൽ നിന്ന് ശരിയായത് മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കേൾക്കുന്നുണ്ടോ മിസ്? ആ, ശ്രീദേവ് എന്താ പറയുന്നേ? മിസ്സിന്റെ വോയിസ് കട്ടായി പോകുന്നുണ്ടോ? നെറ്റിന്റെ പ്രശ്നമാണെങ്കിൽ എവിടെ ഇരിക്കേ, ഇത് മനസ്സിലാവുന്നില്ല എങ്കിൽ പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് യൂട്യൂബ് ക്ലാസ് ഒന്നുകൂടി കാണും. അലൻ വീഡിയോ ഓൺ ചെയ്തു. ശ്രീദേവിനി ഒന്നും പറയരുത്. ശ്രീദേവ് പറയുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ല അല്ലെ ഇജാസെ? ഒന്നും പറയണ്ട ശ്രീദേവി. നെറ്റിന്റെ പ്രശ്നമാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബ് ക്ലാസ് കാണും കേട്ടോ. ഓക്കെ, അതിലെ fill in the blanks പേജ് നമ്പർ 24 बहुत बार कहने पर भी इसके कानों पर डैश नहीं देंगे. അത് ജൂം ഉണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ സെന്റൻസ് ആണ്, അതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കണം എന്നേ ഉള്ളൂ. സെക്കൻഡ്, അദാലത്ത് കാ സമയ് ബഹുത് ഡാഷ് ഹോത്താ ഹേ. മൂല്യവാനാണോ ധനവാനാണോ? ഏതോ വാനാണല്ലേ? അപ്പൊ രണ്ടെണ്ണം ഒരുപോലത്തെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. മൂല്യവാനാണോ ധനവാനാണോ? ഏതായിരിക്കും സമയത്തിന്റെ വരുമ്പോ? മൂല്യവാൻ. വെരി ഗുഡ് ഷോൺ, മൂല്യവാൻ. കറക്റ്റ് ആൻസർ മൂല്യവാൻ, വിലമതിക്കാൻ പറ്റാത്തത്. ധനവാൻ എന്ന് പറഞ്ഞാൽ ആരെ പോലെ? ധനവാൻ നല്ല പണമുള്ള സമ്പത്തുള്ളവര് അല്ലെ, പണക്കാരൻ. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥ വ്യത്യാസം. नेक्स्ट, क्या तुम्हारे पास रुपये देने का कोई डैश है? प्रमाण परिणाम. പ്രമാൺ എന്ന് പറഞ്ഞാല് തെളിവ്, പരിണാമം എന്ന് പറഞ്ഞാല് മാറ്റം. ഏതാ നമുക്ക് വേണ്ടത്? പറഞ്ഞോളൂ. ഒന്നാമത്തെ പ്രമാൺ അല്ലേ? പൈസ തരാനുള്ള എന്തെങ്കിലും അതിനുള്ള തെളിവുണ്ടോ നിന്റെ കയ്യിലെന്ന് ചോദിച്ചു അല്ലേ? അത് ടിക്ക് ചെയ്യണേ. പ്രമാൺ പേജ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, അതിൽ ടിക്ക് ചെയ്തോ? ഫസ്റ്റിലത്തെ എവിടെ ഉണ്ട്? സെക്കൻഡില് മൂല്യവാൻ. അതെടുത്ത് അതിലേക്ക് എഴുതണം. ടിക്ക് ചെയ്ത് വെച്ചാൽ പോരാ, നിങ്ങൾ ഡാഷിന്റെ അടുത്തേക്ക് മാറ്റി എഴുതണം, എന്നാലേ നിങ്ങൾ പഠിക്കൂലോ. തേർഡ് പ്രമാൺ.
फोर्थ, मैं इसकी बात मानकर जान डैश मुकाबला हार गया, पूछ कर बूझ कर. പൂച്ചക്ക് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടാണ്. അപ്പൊ അത് വരില്ല. ജാൻ ബൂജിക്കർ എന്ന് പറഞ്ഞ ഒരു വേർഡാണ്. ജാൻ ബൂജിക്കർ. രണ്ടാമത്തെ മാർക്ക് ചെയ്തോളൂ. ജാൻ ബൂജിക്കർ. ഫെയ്ത്ത് ഇപ്പൊ എവിടെയുള്ളത്? അമ്മ വീട്ടില്. ഓക്കെ. പേജ് നമ്പർ 25. उर्दू हिंदी शब्दों का मिलान करें. അത് ഒന്നുമില്ല, മാച്ച് ഉറുദു ഹിന്ദി വേർഡ്സ്. അത് മാച്ച് ചെയ്യണമെന്നേ പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട കേട്ടോ. മുഖാബല അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതിയോഗിത. ഖുദ്. ഖുദ് എന്ന് പറഞ്ഞാല് സ്വയം. സ്വയം എന്നുള്ളതിനോട് മാച്ച് ചെയ്യാം. സ്വയം. ഖുദ്. യെസ്. നാലാമത്തെ ആൻസർ എന്താണ്? എത്രാമത്തെ പേജ് മിസ്? പേജ് നമ്പർ 25 സഹി മിലാൻ കരോ മാച്ച്. അത് ഖുദ് എന്നുള്ളത് നാലാമത്തെ ആൻസറിലേക്ക് മാച്ച് ചെയ്യാം. ഖുദ് സ്വയം. അദാലത്ത് ന്യായാലയം കോടതി. ലാസ്റ്റിലത്തെ ആറാമത്തെ അദാലത്ത് ന്യായാലയം. താക്കത്ത് ശക്തി. ഫസ്റ്റ് വേർഡ് താക്കത്ത് ശക്തി. മൗജൂദ് സെക്കൻഡ് വേർഡ് ഉപസ്ഥിത ഹാജരാക്കപ്പെട്ടവര്. മൗജൂദ് ഉപസ്ഥിത. ലാസ്റ്റിലത്തെ ഫൈസല നിർണയ് തീരുമാനം. ഫൈസല നിർണയ് തീരുമാനം. കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ ആണല്ലോ. എന്താണ് തേർഡ് വൺ? ഫസ്റ്റ് വൺ അവിടെ ഉണ്ട്. സെക്കൻഡ് വൺ ഖുദ് സ്വയം. തേർഡ് അദാലത്ത്. ലാസ്റ്റിലത്തെ വേർഡ് ന്യായാലയ്. ഫോർത്ത് വൺ താക്കത്ത്. ഫസ്റ്റ് വേർഡ് ശക്തി. നെക്സ്റ്റ് വേർഡ് മൗജൂദ് ഉപസ്ഥിത്. സെക്കൻഡ് വേർഡ് ഫൈസല നിർണയ്. നെക്സ്റ്റ് അതിനിടയ്ക്ക് അലൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രസന്റ് പറയാൻ മാത്രം വന്നത് പോലെ തോന്നി. അലൻ ഒരു പ്രസന്റ് ഇങ്ങനെ എവിടെയോ പോകുമ്പോ ഇങ്ങനെ ഓടിക്കയറിയത് പോലെ, പിന്നെ കണ്ടില്ല. നോക്ക. അനേക ശബ്ദം കേലി ഏക് ശബ്ദ ലിഖോ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിന് ഒറ്റ വേർഡ്, വൺ വേർഡ് എഴുതാൻ വേണ്ടിയിട്ട്. റൈറ്റ് വൺ വേർഡ് ഫോർ ഫ്രേസസ്. നോക്ക. ഫസ്റ്റ് വേർഡ് വിദ്യാലയ में वर्ष में एक बार मनाया जाने वाला उत्सव. നിങ്ങളുടെ സ്കൂളില് ഒരു വർഷത്തിൽ ഒരു തവണ കൊണ്ടാടുന്ന ഫെസ്റ്റിവലിന്റെ പേര് എന്താണ്? പറയാമോ? യെസ്, വാർഷികോത്സവം. വാർഷികോത്സവം. സെക്കൻഡ് വൺ അഖാഡെ में കുസ്തി ലഡ്നെ വാല. ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുടെ പേരാണെന്ത്? പഹൽവാൻ. പഹൽവാൻ. ബ്രാക്കറ്റിലുണ്ട്. പഹൽവാൻ എടുത്തെഴുതേ വേണ്ടു. നെക്സ്റ്റ് जो न्यायालय में फैसला सुनाता है. ആരാണോ കോടതിയിൽ നിന്ന് തീരുമാനം അറിയിക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്? ന്യായാധീശ്. യെസ് ഇജാസ്, ന്യായാധീശ്. ന്യായാധീശ്. നെക്സ്റ്റ് നീതി കെ പ്രതികൂൽ ആചരൺ. നീതിക്കെതിരായി നടക്കുന്ന പരിപാടി അതിനെയാണ് എന്ത് പറയാ? ഭ്രഷ്ടാചാർ. ഭ്രഷ്ടാചാർ. നെക്സ്റ്റ് നീതി കെ വിരുദ്ധ ആചരൺ. നീതിക്കെതിരായി നടക്കുന്ന പരിപാടി അതിനെയാണ് എന്ത് പറയാ? നീതി കെ വിരുദ്ധ ആചരൺ. നെക്സ്റ്റ് നീതി കെ പ്രതികൂൽ ആചരൺ. നീതിക്കെതിരായി നടക്കുന്ന പരിപാടി അതിനെയാണ് എന്ത് പറയാ? ഭ്രഷ്ടാചാർ.
അഴിമതി. ഭ്രഷ്ടാചാർ. അടുത്തത് ദണ്ഡ് കെ രൂപ മേ ദി ജാനെ വാലി രാശി. ശിക്ഷയുടെ രൂപത്തിൽ കൊടുത്തിരിക്കുന്ന അത് നമ്മൾ എന്താ പറയാ? ജുർമാന. ആ വീടിന്റെ പേര് ജുർമാന. തടവ്, പിഴ എന്നെല്ലാം പറയുന്നില്ലേ? ജുർമാന. ജിസെ കിസി കോ ധൻ ചുകാന ഹോ, ദേൻദാർ. ആരാണോ മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കുന്നത്? ദേൻദാർ. അത്രയുമാണ് അതിലെ ബാക്കി വർക്കുകൾ പറയാം. ഇനി അടുത്ത പറയാൻ പോകുന്നത് ചെറിയ മാത്രകൾ ഉപയോഗിച്ച്. മാത്ര മീൻസ് ആ, അതിനോട് കൂടി ഒരു മാത്ര ചേരുമ്പോ ആ ആയി മാറുന്നു. ഈ ഈ അല്ലേ, അതാണ് മാത്ര. നമുക്ക് ആയനോട് കൂടി ആ എന്നുള്ളത് ഒരു ഇത് ചേർക്കുമ്പോഴാണ് എന്താ മാത്ര ചേരും. അതിനെയാണ് മാത്ര എന്ന് പറഞ്ഞത്. കാന്ന് വരുന്നു. നമുക്കത് ബോർഡിലൊക്കെ എഴുതിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് മുഖം കാണിച്ചിട്ട് പോവാൻ വേണ്ടി വരുന്നതാണല്ലേ. അപ്പോ ഇവിടെ എന്താണ്? അങ്ങനെയുള്ളതിന് അർത്ഥവ്യത്യാസം വരും. അതിന് ആ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഭി കഭി മാത്ര മേ പരിവർത്തൻ കർണേ സേ ശബ്ദ കാ അർത്ഥ ബദൽ ജാതാ ഹൈ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ട് ഒരു തവണ ചെയ്യണ്ടേ, 10 പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല. ഒറ്റ പ്രസന്റ് നിങ്ങൾക്ക് തരുന്നു. കഭി കഭി മാത്ര മേ പരിവർത്തൻ കർണേ സേ ശബ്ദ കാ അർത്ഥ ബദൽ ജാതാ ഹൈ. ചില മാത്രകളുടെ വ്യത്യാസത്തില് വാക്കുകളുടെ അർത്ഥ വ്യത്യാസം വരുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വേർഡ് ദിൻ. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, ഡേ. അതിന്റെ മാത്രയ്ക്ക് ഒരു വ്യത്യാസം വരുത്തി. ദിൻ എന്നുള്ളത് മിസ് പറയാണ് ദീൻ. അപ്പൊ എന്തായി? പാവപ്പെട്ടവൻ എന്നായി. പാവപ്പെട്ടവൻ എന്നും പറയാം, രോഗം എന്നും പറയാം. ദീനം, രോഗം. ദിൻ എന്ന് പറഞ്ഞാല് ഡേ, ദിവസം. അതേ വേർഡിന് കുറച്ചൊരു മാത്രയുടെ വ്യത്യാസം. അതാ പറഞ്ഞ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോ മിസ്, ഹിന്ദി മിസ് അല്ലെ, ഹിന്ദിക്ക് എപ്പോ നിങ്ങൾക്ക് കാണുന്നില്ലേ മാർക്ക്? നിങ്ങൾ പറയും ഞാൻ ആൻസർ എഴുതിനി, അത് ടീച്ചർക്ക് കാണാഞ്ഞിട്ടാണ് ടീച്ചർ മാർക്ക് പരമാവധി കുറച്ച് തന്നെയാണ്, ദുഷ്ടത്തിയാണ് ടീച്ചർ എന്നെല്ലാം പറയില്ലേ. പക്ഷെ എന്തുകൊണ്ടത് ഇങ്ങനെ ഒരു വ്യത്യാസം വരും? ഒരു മാത്രയുടെ വ്യത്യാസത്തിൽ എന്താവും? ദിന്ന് പണ്ടെടുക്ക ദീനം എന്ന് എഴുതിയ, രോഗം അല്ലെങ്കിൽ പാവപ്പെട്ടവൻ എഴുതിയ നമുക്ക് മാർക്ക് തരാൻ പറ്റുമോ? ടീച്ചർക്ക് മിസ് തരാൻ പറ്റുമോ? പറ്റില്ല. ഒരു ദിവസം എടുക്ക ദിന്ന് വേണ്ടെടുക്ക ദീനം അല്ലെങ്കിൽ ദീനം വേണ്ടെടുക്ക ദിന്ന് എഴുതിയാലും മാർക്ക് തരാൻ പറ്റില്ലല്ലോ. അതാ പറഞ്ഞേ, മാത്രകളുടെ വ്യത്യാസത്തില് ഈ ഹിന്ദിയിലെ മീനിങ്ങിന് വ്യത്യാസം വരും. അപ്പൊ ദിൻ ദീ എന്നുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങളുടെ വിഡിത്തം. നിങ്ങൾ എഴുതുന്നതിന്റെ വിഡിത്തം ഇങ്ങനെയാണ്. അതുപോലെ വേറൊരു വേർഡാണ് മിൽ. മിൽ എന്ന് പറഞ്ഞാൽ മിൽന, കിട്ടുക. വേറൊന്നാണ് മീൽ. മീൽ മീൻസ് മൈൽ എന്ന് പറയില്ലേ, ഒരു മൈൽ ദൂരം എന്ന് പറയില്ലേ നമ്മള്. ദൂരിക്ക ഏക്ക് നാപ്പ്, ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അതായത് മൈൽ. നമ്മൾ ആ അളവ് കോലായിട്ട് പറഞ്ഞത് 1 മൈൽ ദൂരം, 5 മൈൽ ദൂരം എന്ന് പറഞ്ഞില്ലേ, അതാണ് മീൽ. മിൽന പറഞ്ഞ കിട്ടുക, മീൽ എന്ന് പറഞ്ഞാല് എന്തായി മാറി? മൈലായി മാറി അല്ലേ, അളവായി മാറി. എത്ര വ്യത്യാസം ഉണ്ട് നോക്കിയേ. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ താഴെ എഴുതുക, താഴെ ഉദാഹരണം എഴുതുക. ഒന്ന് മിസ് പറയാം. ഫസ്റ്റത്തെ വേർഡ് കർ. കർ എന്ന് പറഞ്ഞാല് ചെയ്യുക അല്ലെ, കർണ, കർ ചെയ്യുക. കാർ എന്ന് പറഞ്ഞാലോ, കർ, കാർ.
കാർ എന്ന് പറഞ്ഞാല് നമ്മുടെ വാഹനം കാർ തന്നെ. വ്യത്യാസം വന്നില്ലേ? മാത്രയില് വ്യത്യാസം വന്നില്ലേ? ആ മിസ്സേ പറഞ്ഞോ. ആ ഒറ്റ വരെ തന്നെയാണ് ഈ രണ്ടും എഴുതണ്ടേ? ആ ആദ്യത്തെ വേർഡില് കർന്ന് എഴുതുക, രണ്ടാമത്തെ ഡേഷനിൽ എടുക്കുക, കാർന്ന് എഴുതുക. വ്യത്യാസം മനസ്സിലാക്കിയിട്ട് എഴുതാവേ. ഓക്കെ. വേറെന്ത് എഴുതും പറഞ്ഞു? മോർ മോർ മേർ മോർ മേർ മേർ എന്ന് പറഞ്ഞ എന്താ വാക്ക്? തീൻ തീൻ. മേറല്ല, മേരല്ലേ? മേര എന്റെ. മോർ മയില്, പീക്കോ. ഫെയ്ത്ത് എന്താ പറഞ്ഞേ? മിസ് നേരത്തെ പറഞ്ഞ തീൻ. ഏ മിസ് നേരത്തെ പറഞ്ഞില്ലേ തീൻ? കാർ 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 എന്ന് പറഞ്ഞാല് ചെയ്യുക. വേറെ അതല്ല, ഫസ്റ്റ് എക്സാമ്പിൾ തന്നില്ലേ, ആ അതെഴുതാണ്. അതെഴുതാന്നോ? ദീൻ. അത് നേരത്തെ പറഞ്ഞില്ലേ? നമ്മള് എക്സാമ്പിൾ പറഞ്ഞില്ലേ, പിന്നെ ആദ്യം താഴെ എഴുതാൻ പറ്റുമോ? അത് നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിക്കണം. അത് രണ്ടെണ്ണം നിങ്ങൾക്ക് തന്ന എക്സാമ്പിൾ ആണ്. അത് എഴുതിക്കൂടാ നിങ്ങൾ. മാം മേം ന്നാ. അതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മേമിന് നമ്മൾ എങ്ങനെ എഴുതുക? രണ്ട് വരയിട്ടിട്ട് ഒരു കുത്തല്ലേ? മാമിന് ചന്ദ്രക്കലയും കുത്തല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഫെയ്ത്ത് നന്നായി പ്രയത്നിക്കുന്നുണ്ടല്ലേ? ലടുക്ക ലടുക്കി എഴുതിക്കോളൂ. ഒരു മാത്രയുടെ വ്യത്യാസം, 2-3 മാത്രയുടെ വ്യത്യാസം തന്നൂടാ. ലടുക്ക പറഞ്ഞാല് ബോയ്, ലടുക്കി എന്ന് പറഞ്ഞാല് പെൺകുട്ടി, ഗേൾ. ലടുക്ക ലടുക്കി. അപ്പൊ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തത് നല്ലൊരു പണിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മുഹാവരെ വാക്കത്തിൽ പ്രയോഗിച്ചിട്ട് എഴുതുക. മുമ്പിലെ ഞാൻ പറഞ്ഞില്ല, മീനിങ്ങിന് തൊട്ട് താഴെയുള്ളത്. അത് നമ്മൾ അവിടെ പൂരിപ്പിക്കണം. ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, കുछ लोगों को कितना भी समझाओ उनके कान पर जू नहीं देखती. കുറച്ച് ആളുകൾക്ക് നിങ്ങളെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ യേശൂലാന്ന്. നമ്മൾ എന്ത് പറയും, ഓ അങ്ങനെ ചെയ്യണം, അടുത്ത ക്ലാസ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, കോപ്പി റൈറ്റിംഗ് എഴുതണം, നോട്ട്ബുക്ക് എഴുതണം, പിന്നെയും തഥൈവ. സംസ്കൃതത്തിൽ അങ്ങനെ ഒരു വാക്കില്ലേ? എങ്ങനെ? അതേപോലെ തന്നെ. നമ്മൾ വേറൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. എന്താണ്? ഡാഷിന്റെ വാലില് ഡാഷ് ഇട്ടാല് ഇല്ലേ? ഇല്ല, അറിയില്ല. ഡാഷിന്റെ വാലില് ഓടക്കോയിൽ ഇട്ടാലും നീ വരുവോ? ഇല്ല. കിട്ടിയില്ല ഇജാസേ? ഡാഷ് പറഞ്ഞ ഏതാ? കിട്ടിയില്ല. നിന്റെ നാട്ടിൽ ഉണ്ടാവില്ലായിരിക്കും, അതായിരിക്കും. ഏതോ ഉഗാണ്ടില്ലാന്ന് തോന്നുന്നു ഇജാസ്. ഡാഷിന്റെ വാലില്, പട്ടിയുടെ വാലില് ഓടക്കോൾ ഇട്ടാലും എന്താണ്? അത് പിന്നെയും വരൂല, എന്താവും? പിന്നെയും വളഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. അതേ ചിലവർക്ക് പറഞ്ഞ ഒന്നും ബോധം ഉണ്ടാവില്ല. ഇപ്പൊ മിസ് ഇപ്പൊ ഇടുന്ന് കുറെ തവണ പറഞ്ഞു, നോട്ട് അയക്കണം, ടെക്സ്റ്റിലെ വർക്ക് എഴുതണം, ഇതുവരെയുള്ള വർക്ക് പേജ് നമ്പർ 25 വരെ കംപ്ലീറ്റ് ആവണം, കോപ്പി റൈറ്റിംഗ് ഉണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ എഴുതിയിട്ട് അവിടെ വെക്കും, പിന്നെയും മിസ്സിന് അയച്ചു തരില്ല. ഒന്ന് പറഞ്ഞാലും ഏശാത്ത അവസ്ഥ. അതാണ് ഫസ്റ്റ് സെന്റൻസ്. कुछ लोगों को कितना बार समझाओ उनके कान पर झूम नहीं देखता. കുറച്ച് ആൾക്കാർ ഇങ്ങനെയാണ്. എന്താണ്? എന്ത് പറഞ്ഞാലും ഒന്നും ഏശില്ല. ഓക്കെ. സെക്കൻഡ്, देखो मैं समझ रहा हूं डैश से काम नहीं चलेगा. देखो
മേം സമജ് രഹാഹും ഏതാണെന്നറിയോ? രണ്ടാമത്തെ വേർഡ് ആനാകാനി കർണാസേ കാം നഹീം ചലേഗ. ചിലവരെന്ത് ചെയ്യും? ചിലത് അത് ഒഴിവാക്കി കളയും. അങ്ങനെയാകുമ്പോൾ ജോലി മുന്നോട്ട് പോകില്ല അല്ലെ? ഇപ്പൊ എഴുതാൻ ഇരിക്കുന്നെന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ എഴുത്ത് കംപ്ലീറ്റ് ആവോ? ഇല്ല. ആനാകാനി കർണാസേ കാം നഹീം ചലേഗ. नेक्स्ट योगेश ने जब सबके सामने सुरेंद्र की डैश तो ना अपना सा मुंह लेकर रह जाना. മൂന്നാമത്തെ अपना सा मुंह लेकर മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് പരിഹസിച്ചു പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുവോ? रह जाना तो वह डैश गया. वह डैश गया. എന്താ വരുവാ? अपनी बात पर टिके न रहना. अपनी बात पर बात से मुकर जाना. അതാ ചേർക്കേണ്ടത്. अपनी രണ്ടാമത്തേല് अपनी बात से मुकर जाना. मुकर जाना गया. अपनी बात से मुकर जाना गया എന്ന് വരും. മിസ് രണ്ടാമത്തേതിലാണോ? മൂന്നാമത്തേല് രണ്ട് ഡാഷ് ഇല്ലേ? രണ്ടെണ്ണം പ്രയോഗിക്കണം. ഒന്ന് അപ്നാസ മുഹ്ലേക്കർ ജാന, അതിൽ തന്നെ രണ്ടാമത്തത് അപ്നി ബാത്ത് സേ മുഗർ ജാന. മിസ് ഫസ്റ്റത്തത് സെക്കൻഡ് പറയാവോ? അത് ആനാകാനി കർണ. മോളിൽ കൊട്ടുന്ന ബോക്സിൽ രണ്ടാമത്തെ വേർഡ് ആനാകാനി കർണ. नेक्स्ट अपनी डैश तो तुम्हारी आदत है. गिल्ली उड़ाना. പരിഹസിച്ചു പറയല്. അത് ചിലവരുടെ സ്വഭാവമാണ് അല്ലെ? മറ്റുള്ളവരെ പരിഹസിച്ച് പറയല്. अपनी गिल्ली उड़ाना तो तुम्हारी आदत है. രണ്ടാമത്തത് ആനാകാനി കർണ. മൂന്നാമത്തെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ചേർക്കേണ്ട മൂന്നാമത്തെ വേർഡ് അപ്നാസ മുഹ് ലേക്കർ രഹ് ജാന. അതിൽ രണ്ടാമത് ചേർക്കേണ്ടത് ഒന്നാമത്തെ വേർഡ് അപ്നി ബാത്ത് സേ മുഗർ ജാന. ഇനി അതിൽ നാലാമത്തേല് ഖില്ലി ഉഡാന. നാലാമത്തെ വേർഡ്. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 26. നേ കാ പ്രയോഗ്. നേ എന്ന് പറഞ്ഞൊരു വിഭക്തി പ്രത്യയം ഉണ്ട്. വിഭക്തി പ്രത്യയം മുമ്പേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പരസർഗ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? പരസർഗ് പ്രത്യയം. ഹിന്ദിയിൽ കുറച്ച് വിഭക്തി പ്രത്യയങ്ങളുണ്ട്. നേ നേ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. അത് ചില സ്ഥലങ്ങളിൽ, ചില സെന്റൻസിൽ, ചില സ്ഥലങ്ങളിൽ മാത്രം, പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ മാത്രം പ്രയോഗിക്കും. അത് ചില സെന്റൻസിൽ സ്റ്റൈല് വരാൻ വേണ്ടിയിട്ട്. കേട്ടോ? അതിന് അർത്ഥമില്ല. ഇപ്പൊ ഫെയ്ത്ത് പറഞ്ഞു, ഫെയ്ത്തിനെ കഹ, അവിടെ നേ ചേർക്കും. ഓ മിസ് ലാസ്റ്റ് വൺ എന്താ മിസ്? മിസ് എനിക്ക് നെറ്റ് ക്ലിയർ അല്ലായിരുന്നു. ലാസ്റ്റ് വൺ എന്തായിരുന്നു? ലാസ്റ്റത്തത് ഖില്ലി ഉഡാന. നാലാമത്തെ വേർഡ് ഖില്ലി ഉഡാന. അപ്പൊ ഈ ക്ലാസ് ഇപ്പൊ കഴിയാറായി. പേജ് നമ്പർ 26 വരെ ടെക്സ്റ്റ് നോട്ട് എല്ലാവരും കംപ്ലീറ്റ് ആക്കണം. അടുത്ത ക്ലാസ്സിൽ ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ എടുക്കും. അപ്പൊ ഇതുവരെ ടെക്സ്റ്റ് നോട്ട്, കോപ്പി റൈറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കും. ഓക്കെ, അത് പറയാം. അത് എക്സ്ട്രാ വർക്കാണ് മോനെ.
പറയാതെ. അത് നമുക്ക് സ്കൂളിലെ സമയത്ത് സ്കൂളിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ് അത്. ഇപ്പതാവൂലല്ലോ. നോക്ക്, നേക്ക പ്രയോഗം. നേ പറഞ്ഞാല് നേക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. മിസ് വേഗം പറയാം. संज्ञा शब्दों के साथ ने अलग करके लिखा जाता है, जबकि सर्वनाम शब्दों के साथ ने को जोड़कर लिखा जाता है. ചിലപ്പോ ചില സംജ്ഞയുടെ കൂടെയോ, സംജ്ഞ മീൻസ് നൗണ്. നൗണ് പറഞ്ഞാല് സംജ്ഞ പഠിച്ചിട്ടില്ലേ? വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ സ്ഥലങ്ങളുടെയോ ഒക്കെ പേര്. അതിന്റെ കൂടെയോ അല്ലെങ്കിൽ സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ചേർക്കുന്ന വാക്കുകൾ. അവൻ, അവൾ, അത് എന്നുള്ള വാക്കുകളില്ലേ? ഞാൻ. അപ്പൊ അങ്ങനെയുള്ള വാക്കിനോട് കൂടിയും ഏത് പ്രയോഗിക്കാം? നേ എന്ന പ്രത്യയം പ്രയോഗിക്കാം. അപ്പൊ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കൊടുത്തിട്ട് എന്താ എക്സാമ്പിൾ? സുമന്ത് സിംഗിനെ, പഹൽവാനെ, ഗവാഹിനെ. ഇതെല്ലാം സംജ്ഞാ ശബ്ദത്തോടു കൂടിയാണ് ചേർത്തിട്ടുള്ളത്. കണ്ടോ? സുമന്ത് സിംഹിനെ, പഹൽവാനെ, ഗവാഹിനെ. ഇത് സംജ്ഞാ ശബ്ദം ഏതൊക്കെയാണ്? സുമന്ത് സിംഗ്, പഹൽവാൻ, ഗവാഹ്. ഇനി സർവനാമത്തിലും കൊടുത്തിട്ടുണ്ട് പാഠഭാഗത്തില്. ഉസ്നെ, മൈംനെ. ഉസ്നെ വാക്കിനോട് കൂടി നേ പ്രത്യയം ചേരുമ്പോഴാണ് ഉസ്നെ വരിക. മേം നിലനോട് കൂടി നേ പ്രത്യയം ചേർന്ന് മൈനെ. തും നേ, ജിസ് നേ. ഇത് സർവനാമത്തിനോട് കൂടി നേ പ്രത്യയം ചേർന്നതാണ് താഴെ കൊടുത്തത്. നമുക്ക് വേണ്ട എന്താണ്? പാഠഭാഗത്തിൽ നിന്ന് ഇങ്ങനെ നൗണിനോട് കൂടിയോ പ്രോനൗണിനോട് കൂടിയോ നേ പ്രത്യയം ചേർത്ത സെന്റൻസ് ഒരു 4 എണ്ണം താഴേക്ക് എടുത്ത് എഴുതണം. മനസ്സിലായോ? ടെക്സ്റ്റ് പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ നിന്ന് നൗണിനോട് കൂടിയോ പ്രോനൗണിനോട് കൂടിയോ ചേർത്ത് നേ പ്രത്യയം ചേർത്ത് ഉപയോഗിക്കുന്ന സെന്റൻസ് എടുത്തെഴുതാൻ. മിസ് അതിനെ 4 എണ്ണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതിയിട്ട് മിസ് അത് അയച്ചു തരാം. നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ പിന്നീട് കേട്ടോ. ഇസ്നെ മേരി ഖില്ലി ഉഡായി. 1. രണ്ടാമത് പഹൽവാനെ खेल और खेल महिमा का भी अपमान किया. 3rd, मैंने इसके दुर्बल शरीर का अपमान नहीं किया. अरे नहीं ले, तुमने कब सुमंत सिंह को इतने रुपये दिए थे? ഇങ്ങനെ 4 സെന്റൻസിനെ ചേർത്തില് മിസ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ് കഴിയാറാവും. അപ്പൊ മിസ് എന്ത് ചെയ്യും? ഒന്നുകൂടി പേജ് നമ്പർ 25ഉം 26ഉം ഗ്രൂപ്പിൽ അയച്ചുതരും. ഇതുവരെയുള്ള നോട്ട് ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളും കംപ്ലീറ്റ് ആയിരിക്കണം. ഇതുവരെ എന്ന് പറഞ്ഞാൽ എത്ര പാഠം? 4 പാഠങ്ങൾ. ഓക്കെ, 4 ചാപ്റ്റേഴ്സ്, 4 പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളെ നിർബന്ധമായും ടെക്സ്റ്റും നോട്ടും ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആയില്ല എങ്കിൽ എവിടുന്നായാലും ഒന്നുകിൽ എന്നോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ വാങ്ങി കംപ്ലീറ്റ് ആക്കുക. ഓ, 16 പാഠമുണ്ട്. 16 പാഠമുണ്ട്. സാരില്ല, ഇഷ്ടം പോലെ മാസമില്ലേ? മിസ്, യെസ് മിസ് ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇട്ട് തരുമോ? ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ അയച്ചുതരാം. ഓ, അത് മറന്നുപോയി. 25 മാത്രല്ല, ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്തതും കൂടി ഞാൻ അടയാളപ്പെടുത്തിയതും കൂടി അയച്ചുതരാം. അത് ശ്രദ്ധിച്ച് എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 2 അതിന്റെ അടുത്ത് തന്നെയാണ് അടുത്ത സെന്റൻസ് ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ ഉള്ളത്. അത് നിങ്ങൾ അതനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് എഴുതണേ. ഓക്കെ, മറന്നുപോലെ 7 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അപ്പൊ കുറച്ച് പണിയുണ്ട് നോട്ട് ബുക്കിലേക്ക് എഴുതാൻ. എഴുതിയാൽ മാത്രം പോരാ, ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഷോണിനെ പോലെ മറവി ആർക്കും വേണ്ട, മിസ്സിന് അയച്ചു തരണം. ഓക്കെ മിസ്, എനിക്ക് 3rd ലെസന്റെ ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരാമോ മിസ്സേ? തേർഡിന്റെ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്സ് അതും അയച്ചുതരാം. അത് നീ ഒരു കാര്യം ഫെയ്ത്ത്, നീ നിന്റെ പേഴ്സണലായിട്ട് ഒന്ന് അയച്ചാൽ മതി. ഞാനത് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചുതരാം. അത് വീണ്ടും വീണ്ടും ഗ്രൂപ്പിലിടുമ്പോ എല്ലാവർക്കും എന്തോ മിസ് പേഴ്സണലായിട്ട് ഒന്ന് അയച്ചോ. ഞാനതൊന്ന് അയച്ചുതരാം. പേഴ്സണലായിട്ട് ഏതൊക്കെയാ വേണ്ടതെന്ന് എനിക്ക് അയച്ചു തന്നോന്ന്. ഞാനിപ്പോ പേഴ്സണലായിട്ട് അയച്ചുതരാം. നീ പേഴ്സണലായിട്ട് മിസ്സിന് മെസ്സേജ് അയച്ചോന്ന്, ഏതൊക്കെ വേണം എന്നുള്ളത്. ഓക്കെ മിസ്, കേട്ടു. ഓക്കെ, പിന്നെ പാഠഭാഗം ഇപ്പൊ ഞാൻ വായിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഈ പാഠഭാഗം ഒരു 3-4 പ്രാവശ്യം വായിക്കണം. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കും. നിങ്ങളെ വായിക്കുന്നതിന്റെ വോയിസ് ഇടാനോ എപ്പോഴെങ്കിലും അയച്ചിരിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ വോയിസ് ഒന്ന് എനിക്ക് അയച്ചിട്ട് വരും. ഓക്കെ, ക്ലാസ്സിന് ഒരു പീരീഡ് മാത്രം അതുകൊണ്ട് വായിപ്പിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിക്കുക. ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഒക്ടോബർ 1st വീക്ക്
എക്സാം എഴുത്തു പരീക്ഷയാണ്, അതുകൊണ്ട് എഴുതി പഠിക്കുക, ഗൂഗിൾ ഫോം അല്ല. അപ്പൊ ഇന്ന് മുതൽ, ഇന്ന് 1-ാം തീയതിയാണ് ഫസ്റ്റ്, ഇന്ന് മുതൽ ശ്രമിച്ചാൽ ഫുള്ള് മാർക്ക് വാങ്ങാൻ പറ്റും. എഴുതി പഠിക്കണം, ഹിന്ദി ടെക്സ്റ്റും നന്നായിട്ട് വായിക്കണം. ഓക്കെ, ബൈ, സി യു. ഇപ്പൊ തന്നെ അയച്ചുതരാം കേട്ടോ. ഷോൺ ഇതുവരെ അയക്കാതൊന്നും അയച്ചു തരണേ, മറന്നുപോയത്. എഴുതിയതെല്ലാം അയച്ചു തന്നു. ഇജാസ് പിന്നെയും കുറച്ചെനക്ക് അയച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് ആയിട്ടില്ല, അയച്ചിട്ടുണ്ട് എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല. 8ാം ക്ലാസ്